മുസഫയിലെ സനയ്യ 4-ലുള്ള സൂപ്പർ ഫുഡ് പാലസ് എന്ന റെസ്റ്റോറൻ്റാണിത്. ഇവിടെ നിറയെ കേരളീയ വിഭവങ്ങൾ ലഭിക്കുമെങ്കിലും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് തട്ടുകട ബിരിയാണി. ബിരിയാണി സൂപ്പർ ബിരിയാണി, അവിടുത്തെ അടിപൊളി ബിരിയാണിയാണ്. ഈ മുസഫ ഏരിയയിൽ വെച്ചിട്ടുള്ള ഹോട്ടലിൽ വെച്ചിട്ടുള്ള അടിപൊളി ബിരിയാണി ഇവിടുത്തെയാണ്. ചിക്കൻ ചെറു കഷ്ണങ്ങളായി എണ്ണയിൽ വറുത്തെടുത്ത് മാറ്റി വയ്ക്കുന്നു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ വഴറ്റി മഞ്ഞൾ, ഗരം മസാല, കുരുമുളക്, ഉപ്പ് കൂടെ സ്പെഷ്യൽ സൂപ്പർ ഫുഡ് പാലസ് മസാലക്കൂട്ടും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുന്നു. ഇതിലേക്ക് നേരത്തെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് മുകളിലേക്ക് വേവിച്ച് തയ്യാറാക്കി വെച്ച റൈസും കൂടെ ഇട്ട് ദം ചെയ്ത് എടുക്കുന്നതോടെ സൂപ്പർ ഫുഡ് പാലസ് തട്ടുകട ബിരിയാണി തയ്യാറായി. ഇവരുടെ സ്പെഷ്യൽ തട്ടുകട ബിരിയാണി, ഫുഡ് പാലസിൻ്റെ സ്പെഷ്യൽ തട്ടുകട ബിരിയാണി വേറെ എവിടെ ഇത്രയും ടേസ്റ്റ് ആയിട്ട് ഫുഡ് കണ്ടിട്ടില്ല. ബിരിയാണികളിൽ ഇത്രയും ടേസ്റ്റ് ഫുഡ് കണ്ടിട്ടില്ല. നെയ്യ് അധികം ഉപയോഗിക്കാതെയുള്ള വിഭവങ്ങളാണ് ഇവിടെ ലഭിക്കാറുള്ളത്. എങ്കിൽ തന്നെയും രുചിയിൽ ഒരു കുറവുമില്ലാത്ത നാടൻ വിഭവങ്ങളായ ചിക്കൻ തട്ടുകട ഫ്രൈ, മട്ടൻ തട്ടുകട ഫ്രൈ, ബീഫ്, ദോശ, അപ്പം, ചപ്പാത്തി, പൊറോട്ട എന്നിവയും ഇവിടെ ലഭിക്കും. പാകിസ്ഥാൻ ബിരിയാണി, ചിക്കൻ 65 ബിരിയാണി, ചിക്കൻ ടിക്ക തുടങ്ങിയവയും സുൽത്താൻ ഇബ്രാഹിം എന്ന അറബിക് സ്പെഷ്യൽ മീൻ ഫ്രൈയും ഇവിടെ ലഭിക്കാറുണ്ട്. വിവിധ ഇനം ഭക്ഷണങ്ങൾ ഇവിടെ ലഭിക്കുന്നതിനാൽ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അനവധി പേർ ഇവിടേക്ക് എത്താറുണ്ട്. സ്ഥിരമായിട്ട് ഏതാണ്ട് മിക്കവാറും ദിവസങ്ങൾ നമ്മൾ ഇവിടുന്ന് കഴിക്കലുണ്ട്. പിന്നെ അത് പറഞ്ഞാൽ പറ്റില്ല, അത് കഴിക്കുന്നേ വേണം. കേരളത്തിൻ്റെ എല്ലാ തനതായ ഭക്ഷണങ്ങളും ഇവിടെ കൊടുക്കും. പിന്നെ വരുന്ന ആളുകൾ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. പിന്നെ നമ്മളെ സ്പെഷ്യലായിട്ടുള്ളത് തട്ടുകട ബിരിയാണിയാണ്. ഒത്തിരി ആളുകൾ ചോദിച്ചു വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. പിന്നെ അതിനാണ് കൂടുതൽ ആൾക്കാരുള്ളത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ റെസ്റ്റോറൻറ്റിലെ എല്ലാ വിഭവങ്ങളുടെ രുചിയും ബഹുകേമമാണ്. എങ്കിലും ഇവരുടെ തട്ടുകട ബിരിയാണിയുടെ രുചി സൂപ്പർ തന്നെ. സൂപ്പർ ഫുഡ് പാലസിൽ നിന്നും ക്യാമറാമാൻ രജി രാമഞ്ചേരിയോടൊപ്പം ആഗിൻ കിപ്രം, അമൃത ന്യൂസ്.